ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കണവ തോരനാണ്. കൂന്തൽ തോരൻ എന്നും പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ തോരനാണത്. നമുക്ക് ചോറിനൊക്കെ സൈഡായിട്ട് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ചോറിനല്ലെങ്കിലും നമുക്കിങ്ങനെ വെറുതെ പെറുക്കി കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണാം. അപ്പോൾ കണവ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണവ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആ കണവ എടുത്തിട്ട് ഈ കണ്ണിൻ്റെ ആ മോൾ ഭാഗത്തുള്ള പോർഷനില്ലേ, അവിടുന്ന് ആ പോർഷനിൽ നമുക്ക് വിരൽ പതുക്കെ അതിൻ്റെ ഉള്ളിലോട്ടിട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോഴത്തേക്കും അതിന് നമുക്കിങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും. വെറുതെ വിരലിട്ട് കഴിഞ്ഞാൽ ഇളക്കി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ മഷിയുടെ ഒരു കുഞ്ഞ് സഞ്ചിയുണ്ട്, അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ പോന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്തൊരു ബ്ലേഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അത് ഇങ്ങോട്ട് വലിച്ചിങ്ങെടുത്താൽ മതി. അത് അവിടെ തന്നെ കാണും. നമ്മൾ ജസ്റ്റ് ഒന്ന് വിരലിട്ടൊന്ന് തപ്പി നോക്കുമ്പോൾ മനസ്സിലാവും. അതിന് വലിച്ചിങ്ങെടുത്താൽ മതി. ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പതുക്കെ അത് വിരൽ അതിൻ്റെ ഉള്ളിലോട്ടിട്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളെല്ലാം എടുത്തൊന്ന് പുറത്തോട്ട് അങ്ങെടുത്ത് കളഞ്ഞേക്കാം. അത്രയേ ഉള്ളൂ. ക്ലീനിങ് എളുപ്പമല്ലേ, കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു തൊലി ജസ്റ്റ് നമ്മൾ നഖം കൊണ്ടൊന്നും ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. അതങ്ങ് പെട്ടെന്ന് ഇളകി വരും. ഒരു ബുദ്ധിമുട്ടുമില്ല ക്ലീൻ ചെയ്യാം. സാധാരണ മീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ അത്ര പോലും ബുദ്ധിമുട്ടില്ല, സ്മെല്ലും ഇല്ല, ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് കത്രിക വെച്ച് ഒന്ന് വട്ടത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കാം. അത് തീരെ തിന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിത് വേവിക്കുമ്പോഴത്തേക്കൊന്ന് നന്നായിട്ട് ചുരുങ്ങും. ഇനി തലയുടെ ആ പോർഷൻ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് കട്ട് ചെയ്ത് ആ കണ്ണിൻ്റെ ആ പോർഷൻ അങ്ങ് മാറ്റി ഈ ഒരു 4 പോലത്തെ സംഭവമില്ലേ, അതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അത് മാത്രമായിട്ടാണ് എടുക്കുന്നത്. ചിലർ തലയുടെ ആ പോർഷനും കൂടെ എടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഇത് വെയിറ്റ് നോക്കിയില്ല കേട്ടോ, എത്രയായിരുന്നു വാങ്ങിച്ചതെന്ന് നമ്മൾ വെയിറ്റ് നോക്കിയിട്ടല്ല അവർ തന്നിപ്പോൾ വാരിയിട്ട് തന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് നമുക്കൊരു മെഷർമെൻറ്റ് വേണമല്ലോ എല്ലാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അളന്ന് കാണിക്കുകയാണ്. ഒരു 3 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വെയിറ്റും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇപ്പോൾ 660 ആണുള്ളത്. പാത്രം അടക്കമാണ്. അപ്പോൾ പാത്രം ഇല്ലാണ്ട് 550 ഒക്കെ ഉണ്ടാവും. ഒരു 600 ഗ്രാം 600-650 ഗ്രാം മൊത്തത്തിൽ തലയൊക്കെ അടക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞതാണ്. നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ പരന്ന പാനാണെങ്കിൽ നല്ലതാണ്. അതിലേക്ക് ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി അല്ലി അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1-2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെടുക്കുന്നത് ചുവന്നുള്ളിയാണ് ഈ ഒരു കൂന്തൽ തോരൻ്റെ ടേസ്റ്റ്. 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വലിയ ചുവന്നുള്ളിയായിരുന്നു. അപ്പോൾ വലുത് നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ നടുഭാഗം ഒന്ന് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ മാറി ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. കുറച്ച് മതി, അധികം വേണ്ട. അതോടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. ആ കണവയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് അധികം ആയിപ്പോണ്ട, നല്ല ഡ്രൈ ആയിരിക്കുന്ന ഒരു സംഭവമല്ലേ, അപ്പോൾ അതിനെ കണക്കാക്കി ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നമ്മളിതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്. ഈ കണവയ്ക്കകത്ത് തന്നെ നല്ല വെള്ളമുണ്ട്. ആ വെള്ളം ഇറങ്ങി വേണം ഇത് വേവാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് തീ കുറച്ച് ഇട്ട് അവിടെ വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ കണ്ടോ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് അതങ്ങ് വെന്തോളും. തീ കൂട്ടി വെക്കണ്ട. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഇത് വെള്ളം അങ്ങ് പറ്റിപ്പോവും. കുറഞ്ഞ തീയിലിരുന്ന് വെന്ത് വരട്ടെ. നമ്മൾ 1 കപ്പ് തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാനായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അത് മതി. ഇതിപ്പോൾ നമ്മൾ ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതാ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ച് അവിടെ അടച്ചു വെച്ച് കൊടുക്കാം. അതിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടായി വെന്ത് വരട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്.
നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂണും കൂടെ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അവസാനം പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതായിട്ടില്ല, ഇനിയും ആവാനുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഇറങ്ങി വരുന്നത്. നല്ലപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് അവിടെ ഇരുന്നങ്ങ് ആയി വരണം. കുറച്ചൊന്ന് ഒരു ഫ്രൈ ആയി വരുമല്ല, എന്നാൽ ആ തേങ്ങയിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഇറങ്ങി വരും. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കുറച്ചൊരു ഡാർക്ക് കളറിലേക്ക് വരും. അത്രയും സമയം ഒന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിപ്പം ആയിട്ടുണ്ട്, നല്ല ഡാർക്ക് കളർ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 3/4 മണിക്കൂറായി കേട്ടോ. ഇതുപോലെ ആയി വരുമ്പോഴാണ് അതിന് ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് മുറിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ നോക്കി, മസാലകൾ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം പാകം തന്നെയാണ് കേട്ടോ. ഇത് മതി, നല്ലൊരു മണമാണുള്ളത്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാൽ കണവയാണെന്നൊന്നും പറയില്ല, വേറെ എന്തോ സാധനം പോലെ. തേങ്ങയൊക്കെ കൂടെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിപ്പുണ്ട്. അതൊന്നും ഞാൻ ചെയ്തതല്ല കേട്ടോ, അതങ്ങനെ തന്നെ വന്നതാണ്. അതുകൊണ്ടോ ആ തുളയ്ക്കകത്ത് മുഴുവനും തേങ്ങയാണ്. തേങ്ങയുടെ കളർ കണ്ടോ, നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. തേങ്ങ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. അത് കണവയ്ക്കാണെങ്കിൽ ഉറപ്പൊന്നുമില്ല. ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വേവിക്കുകയാണെങ്കിൽ ഇത് റബ്ബർ പോലെയായിപ്പോൾ കേട്ടോ. അതേ സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നല്ല മസാലയൊക്കെ ആയിട്ടുള്ള നല്ലൊരു തോരനാണ്. ചോറിന് കൂട്ടി കഴിക്കാം. ഇപ്പം ഈസ്റ്ററിനോ അല്ലെങ്കിൽ ഇഫ്താറിനോ ഒക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.